അപ്പോൾ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസമായതേ ഉള്ളൂ ഇത് റിലീസായിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഡൗൺലോഡ് ആക്കി ഗൈസ്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പനാണ് ഗൈസ്. ഓക്കെ, കൊമ്പൻ നമ്മുടെ ദാവൂദ് എഡിഷൻ വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പം മൂടും ലിവറിയെല്ലാം കയറ്റി സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയിരുന്നു ഗൈസ്. പക്ഷേ അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല, കാരണം കുറച്ച് സീനായതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തിരിച്ചു വരുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മൾ വഴി നിർത്തി ഇപ്പോൾ തുടങ്ങിയത്. പിന്നെ ഗൈസ് ഇപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനിലോട്ടാണ്. അവിടെ നൈറ്റ് മുമ്പായിട്ട് എത്തണം. അപ്പോൾ അതാണ്. പിന്നെ കൊമ്പൻ എഡിഷൻ നല്ല രസമുണ്ടല്ലോ ഗൈസ്. കൊമ്പൻ്റെ വണ്ടി ഇതിലേക്ക് ലിവറി എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്. പിന്നെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ബോർഡിൽ. അവിടെ പുറകിലൊക്കെ ഫുള്ള് സെറ്റാണ് ഗൈസ്. പിന്നെ ഇച്ചിരി ക്ലാരിറ്റിയുടെ കുറവുണ്ട്, അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഗൈസ് ഇതിൻ്റെ ശബ്ദം ഇല്ലെന്ന് എനിക്കറിയാം ഇപ്പം, കാരണം അതൊരു സീനാണ്. അത് നമുക്ക് അടുത്തേക്ക് സെറ്റാക്കാം ഗൈസ്. പിന്നെ ഗൈസ് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ലോഡിങ് മാപ്പ് വരും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടിടാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, പിന്നെ ഗൈസ് നിങ്ങളെല്ലാവരും കമൻറ്റും ലൈക്ക് ഷെയറും ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഡിങ് മാപ്പ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്. അപ്പോൾ ലോഡിങ് മാപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് പിന്നെ കത്തിച്ച് ഇങ്ങോട്ട് പോകുന്നു ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, 100-110 പോകാമെന്ന് വിചാരിച്ച് 100 ക്രോസ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഓക്കെ, ഫ്രണ്ടിലെ ട്രാഫിക്കാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, സിഗ്നലാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് വണ്ടി എടുക്കണം. നമുക്കിപ്പോൾ സമയമില്ല ഗൈസ്. ഈ ട്രാഫിക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ എത്തുമ്പോൾ നൈറ്റ് കഴിയും. അതിന് നമുക്ക് ഈവനിങ്ങിന് മുന്നേ എത്തണം ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ടൈം എടുത്തു, അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നേരെ പോവുകയാണ് ഗൈസ്. പക്ഷേ ഇപ്പോൾ ഒരു മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്, കാരണം മഴ പെയ്ത പണി കിട്ടും. നമ്മുടെ വണ്ടിക്ക് വൈപ്പറില്ല ഗൈസ്. അങ്ങനെയുള്ള പ്രശ്നമാണ് നമ്മുടെ വണ്ടിക്ക്. വൈപ്പറില്ലാത്തതുകൊണ്ട് തന്നെ ഗ്ലാസ്സിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. മഴയുള്ള ഈ ഏരിയ ഒന്ന് കവർ ചെയ്ത് മാറാം. നമ്മൾ നേരെ പോവാണ് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇനി ചവിട്ടി പിടിക്കുകയാണ് ഗൈസ്. 100-110 കഴിഞ്ഞിട്ടുണ്ട്. 117, 18, 20 നമ്മൾ കയറി ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വളച്ച് കയറുവാണ് ഗൈസ്. മാറി അയ്യോ ഇടിച്ച് ഗൈസ്. ആ വണ്ടിക്കാരൻ അതൊന്ന് സൈഡ് വന്നിരുന്നെങ്കിൽ നമ്മൾ കയറിപ്പോയാണ് ഗൈസ്. പക്ഷെ പുള്ളി അതിൻ്റെ ഇടയിൽ കൂടി മഞ്ഞായിട്ട് ഓടിക്കാൻ നമ്മുടെ തെറ്റാണ്. നമ്മൾ ഓവർടേക്ക് അടിക്കാൻ പോയതാണ്. നോക്കണ്ടായിരുന്നു, നമുക്ക് ഇവിടുന്ന് ഇനി ചവിട്ടാം, സൈഡിൽ കൂടി എടുത്തുകൊണ്ട് പോകാം ഗൈസ്. നമ്മളിനി ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്നില്ല. അവനിപ്പോൾ അതേ നമ്മൾ മറിച്ചിട്ടാനാണ്. ഇവിടുന്ന് നേരെ പോകണം ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. വളച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ഇടിക്കുമെന്ന് തോന്നുന്നു. ഇടിച്ച് ഗൈസ്, തോന്നി എനിക്ക്. നമ്മുടെ വണ്ടി അകത്തിരിക്കുമ്പോൾ അങ്ങനെ തോന്നത്തില്ല ഗൈസ്. പിന്നെ ഇടിച്ച് റിവേഴ്സ് ഒന്ന് മര്യാദ എടുക്കട്ടെ ഗൈസ്. ഓക്കെ, നേരെ വളച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ പോകാം. ഇവിടുന്ന് മഴയൊക്കെ ഒന്ന് മാറട്ടെ, മഴയൊക്കെ ഒന്ന് പോയി സെറ്റാവട്ടെ. നേരെ ചവിട്ടിപ്പിടിക്കാം ഗൈസ്. നമുക്കിന്ന് വൈകുന്നേരം എത്തണം ഗൈസ്. നമ്മുടെ വണ്ടി ഒന്ന് കുറച്ച് സെറ്റാക്കാനുണ്ട്. കുറച്ച് പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഇടി അടിച്ചപ്പോഴേക്കും ഇനി വണ്ടീന് സർവീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മഴയുടെ ഈ ലൊക്കേഷൻ ഒന്ന് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ മഴയുടെ ലൊക്കേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത്തിരി ഫ്രണ്ടിലോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ലേറ്റായി തുടങ്ങി ഗൈസ്. ഓക്കെ, ഇനി ലേറ്റായി കഴിഞ്ഞ് പണി കൊള്ളാം. അതുകൊണ്ട് നമ്മൾ നേരെ വിടുവാണ്. നേരെ നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് ഗൈസ്. നമ്മളെ ഓവർടേക്കും എല്ലാം ചെയ്ത് കിട്ടിലായിട്ട് കയറുവാണ്. ഇടിച്ചില്ലെന്നും പറഞ്ഞാണ് ഗൈസ് പോകുന്നത്. നമ്മൾ സ്കില്ലായതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടേ ഇല്ല. നേരെ വിടുകയാണ് ഗൈസ്. അക്കിയ വഴി മാറിപ്പോയി. നമ്മൾ റൈറ്റിലോട്ടായിരുന്നു നമുക്ക് പോകേണ്ടത്. നമ്മൾ മാപ്പ് നോക്കിയില്ല, മാപ്പ് നോക്കാണ്ടാണ് ഓടിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ച് കയറാം ഗൈസ്. നമ്മൾ നമ്മുടെ റൂട്ടിലോട്ട് കയറി സൈഡിലൊന്നും ഇടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇനി പോകാം ഗൈസ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അതിൻ്റെ ഇടയിൽ കൂടി നമുക്കൊരു ലാഗ് വന്നു. അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാഞ്ഞത്. നമ്മളിപ്പം നമ്മുടെ സ്പോട്ടിലെത്തി ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് നമുക്ക് കിട്ടിയ ട്രാവൽ ഡിസ്റ്റൻസ്. 95 മിനിറ്റ് ഞാൻ പറഞ്ഞില്ല ഗൈസ്. ഭയങ്കര ലോങ് ആയിരുന്നു. ആവറേജ് ടൈം 53 കിലോമീറ്ററാണ്. 148 കിലോമീറ്റർ നമ്മൾ ഓടി ഗൈസ്. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ അത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.